എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളും തോറും ജീവനക്കാരുടെ ആശങ്കയും ഉയരുകയാണ്. ഇത്തവണ അടിസ്ഥാന ശമ്പളത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് സൂചന. ഫിറ്റ്മെന്റ് ഫാക്ടറിനനുസരിച്ചാകും ശമ്പളം നിശ്ചയിക്കുക. എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളും തോറും ജീവനക്കാരുടെ ആശങ്കയും ഉയരുകയാണ്. അടിസ്ഥാന ശമ്പളം, പെൻഷൻ, ഫിറ്റ്മെന്റ് ഫാക്ടർ, വീട്ടുവാടക അലവൻസ് തുടങ്ങിയ അനേക ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തവണ അടിസ്ഥാന ശമ്പളത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് സൂചന. ഫിറ്റ്മെന്റ് ഫാക്ടറിനനുസരിച്ചാകും ശമ്പളം നിശ്ചയിക്കുന്നത്. എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ സർവീസിലിരിക്കുന്ന ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തോടൊപ്പം മുൻ പെൻഷനർമാരുടെയും ഫാമിലി പെൻഷനർമാരുടെയും പെൻഷൻ പരിഷ്കരണവും വ്യക്തമായി ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ പെൻഷനർ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഭാരത് പെൻഷനേഴ്സ് സമാജ്, ഓൾ ഇന്ത്യ ഡിഫൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ തുടങ്ങിയ പ്രമുഖ പെൻഷനർ സംഘടനകളാണ് ഈ ആവശ്യവുമായി കേന്ദ്ര ധനമന്ത്രാലയത്തെയും ക്യാബിനറ്റ് സെക്രട്ടറിയെയും സമീപിച്ചിരിക്കുന്നത്. നിലവിലെ ടേംസ് ഓഫ് റെഫറൻസിൽ മുൻകാല പെൻഷനർമാരുടെയും കുടുംബ പെൻഷനർമാരുടെയും പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശമില്ല. അതിനാൽ 2026 ജനുവരി 1 മുൻപോ ശേഷമോ വിരമിച്ച എല്ലാവരെയും കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നിലവിലുള്ള പെൻഷനർമാർക്കും ഭാവിയിൽ വിരമിക്കുന്നവർക്കും തമ്മിൽ പെൻഷൻ ആനുകൂല്യങ്ങളിൽ തുല്യത ഉറപ്പാക്കണമെന്നും പെൻഷൻകാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷൻ രേഖകളിൽ നോൺ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതികളെ അൺഫണ്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ ബാധ്യതയായി ചിത്രീകരിക്കുന്ന പ്രയോഗം നീക്കം ചെയ്യുകയോ ഭേദഗതി ചെയ്യുകയോ വേണമെന്നാണ് മറ്റൊരാവശ്യം. ജീവനക്കാർ ചെയ്ത സേവനത്തിനുള്ള അവകാശമാണ് പെൻഷനെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സർവീസിലുള്ള ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തോടൊപ്പം തന്നെ പെൻഷനർമാരുടെയും കുടുംബ പെൻഷനർമാരുടെയും പെൻഷൻ പരിഷ്കരണം ശുപാർശകളും ഒരുമിച്ച് പ്രാബല്യത്തിൽ വരുത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. 2025 നവംബർ 3 ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷയായ എട്ടാം ശമ്പള കമ്മീഷന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി രൂപം നൽകിയത്. കമ്മീഷൻ രൂപീകരിച്ച് 18 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും ഇതിനു മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉറപ്പു നൽകാനാവില്ലെന്നുമാണ് സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് 2027 മെയ് മാസം വരെ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയമുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.